ഇങ്ങനെ. എന്താടാ നിന്റെ കൈ കൊണ്ട് ഇത്തിരി കൂടെ മുകളിലോട്ട് തടകിയ ഉരുകുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഒളുവെന്ന് നിനക്കറിയോടാ? നിനക്ക് ഒളുവിൻ്റെ പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൗദിൻ്റെ കരയിൽ നിന്നിട്ടുള്ള ഒളുവെടുപ്പ് കണ്ട അവനെ ഹൗദി മുക്കി കൊല്ലാൻ തോന്നുന്നു. അങ്ങനത്തെ ഒളുവെടുപ്പാ. പലരുടെയും ഒളുവെടുപ്പ് കണ്ട എന്താ ഒളു? ഇന്നത്തെ ഇറച്ചിക്കോഴിയെ പോലെ ഇന്നത്തെ ചെറുപ്പക്കാർ. ഒളുവിനെ കുറിച്ച് എന്തറിയാൻ? പണ്ട് 2 ചെറുപ്പക്കാർ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ. 2 ചെറുപ്പക്കാർ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ ഇമാമ അത്തഹിയാത്തിലിരിക്കുക, അവസാനത്തെ അത്തഹിയാത്ത്. അപ്പോൾ ഒരുത്തനാണെങ്കിൽ ഒളുവെടുക്കാനും പോയി, ഒരുത്തൻ പള്ളിക്കകത്തും കയറിപ്പോയി. അവസാനം നമസ്കാരമെല്ലാം കഴിഞ്ഞ് 2 പേരും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ പള്ളിക്കകത്തേക്ക് ഓടി കയറിപ്പോയവൻ കൂട്ടുകാരനോട് ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഞാൻ ഒളുവൊക്കെ എടുത്തിട്ട് പോയപ്പോഴത്തേക്ക് അങ്ങാര് സലാക്ക വീട്ടിൽ എനിക്ക് ജമാഅത്തൊന്നും കിട്ടിയില്ല. അപ്പം മറ്റേവൻ പറയുക, സുബ്ഹാനല്ലാഹ്, ഞാനെങ്ങാണ് ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജമാഅത്തും പോയേനെ എന്ന് പറഞ്ഞാൽ ഇവൻ ഒളു പോലും എടുത്തില്ല. അതാർത്ഥം. ഒളു പോലും. ചിരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഒളുവെടുപ്പ് ആലോചിക്കുക, നിങ്ങളുടെ ഒന്ന് ആലോചിക്കുക. എൻ്റെ സഹോദര, എന്താണ് ഒളുവെന്നറിയോ? എന്തിനാ ഒളുവെടുക്കുന്നത്? ഒളുവെടുത്ത മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അതെങ്കിലും പഠിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ 70,000 മലക്കുകളുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ഒരു സ്വർണത്തിന്റെ സിംഹാസനം പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കതിന്റെ മുകളിൽ കയറിയിരുന്നു. തന്റെ ചിറകെടുത്തിട്ട് ഭൂമിയിൽ അടിച്ചു. അടിച്ച ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഉയരുകയാണ്. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഒളുവെടുക്കേണ്ടതെന്ന് കണ്ടുപിടിച്ചോ? ജിബ്രീൽ ഒളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പറഞ്ഞു കൊടുത്തതുപോലെ ജിബ്രീൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു. നബിയേ ഒളുവെടുക്ക്, നബിയേ ഒളുവെടുക്ക്, നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ ഒളുവെടുത്തു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, എങ്ങനെയാണ് ഒളുവെടുക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കി പഠിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ ഒളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവെടുത്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എടാ, മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ കൈ കൊണ്ട പാപം മുഴുവനും അല്ലാഹു പൊറുക്കുകയാ. കണ്ണ് കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ, നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകി ശുദ്ധമാക്കുകയാണ്. ഒറ്റ ഒളുമതി ചെറുപ്പക്കാരാ. അതാ ഒരു മനുഷ്യൻ ഒളുവെടുത്ത് കഴിയുമ്പോ ഉമ്മ പ്രസവിച്ചതുപോലെ മാറുകയാ. അതുകൊണ്ട് പെങ്ങളെ, ഒളുവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി എടുക്കു പെങ്ങളെ. ചെറുപ്പക്കാരാ, സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കടേ. എങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പെങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മോളെ, ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒളുവെടുക്കാതെ ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ. ഉറങ്ങുമ്പോഴും നീ ഒളുവെടുത്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ മൻബാത്ത സ്വായിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ ഇല്ലാ ഖാല മലകുൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, പടച്ചവനെ, നിന്റെ ബെഡ്റൂമിൽ നിന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഈ ഒളുവോടുകൂടെ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്.